Hi dear children, welcome back to my class. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2025 ബോർഡ് എക്സാമിന് വന്നതാണ്. അപ്പോൾ ഇതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. Find the speed of the train. ഒരു ട്രെയിൻ ഡിസ്റ്റൻസ് 480 കിലോമീറ്റർ ആണ്. ഒരു പർട്ടിക്കുലർ സ്പീഡ്, അതായത് യൂണിഫോം സ്പീഡിലേക്ക് പോവുകയാണ്. ഇനി ആ സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ലെസ് ആയിരുന്നെങ്കിൽ ആ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് അത് 3 അവർ കൂടുതലെടുക്കും. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എത്ര? ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് അറിഞ്ഞുകൂടാത്തത്, അല്ലേ? അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഇതിൽ ടൈം ടേക്കൺ ആണ് നമ്മൾ റിലേഷൻ എടുക്കുന്നത്. സോ time taken to travel uh, 480 kilometer. How can we calculate time taken? We know it is distance divided by speed ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 480 ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എക്സ് ആണ്, 3 hours. ഓക്കെ, ഇനി അടുത്തത് സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ലെസ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് സെൻറ്റൻസ് എഴുതേണ്ട. ഇഫ് ദ സ്പീഡ് ഇസ് എക്സ് മൈനസ് 8, ഫസ്റ്റ് സ്പീഡ് ഇതായിരുന്നു, അതിൽ നിന്ന് 8 കിലോമീറ്റർ പെർ അവർ കുറഞ്ഞിട്ടുണ്ട്. ദെൻ ടൈം ടേക്കൺ ഈക്വൽ ടു ഡിസ്റ്റൻസ് സെയിം ആണ്, 480 ബൈ എക്സ് മൈനസ് 8, 3 hours ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലായെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. പക്ഷേ ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഓർ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ഈ ടൈം കുറവായിരുന്നു എങ്കിൽ അത് 3 അവർ കൂടുതൽ എടുത്തേനെ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം, ഇതിനകത്ത് ടൈം കൂടുതൽ എടുക്കുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സ്പീഡ് കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ടൈം ഡിഫറൻസ് എടുത്ത് നമ്മൾ 3 ഇക്വേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 480 ബൈ എക്സ് മൈനസ് 8 മൈനസ് 480 ബൈ എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു 3 hours. ഈ 3 അവറും എല്ലാം മിനിറ്റ്സിലാണെങ്കിൽ അതിനെ നിങ്ങൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം. ഇതിൽ നിന്ന് 480 നമുക്ക് കോമൺ എടുക്കാം, അതൊരു ഈസി മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ചില കുട്ടികൾ കോമൺ എടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 480 എക്സ് ആണല്ലോ, മൈനസ് ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്, ശ്രദ്ധിക്കുക. 480 ഇൻറ്റു എക്സ് മൈനസ് 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 8, ദാറ്റ്സ് ഈക്വൽ ടു 3. ഇനി എക്സ്പാൻഡ് ചെയ്യുക. സോ വി ഗെറ്റ് 480 എക്സ് മൈനസ്, ഇവിടെ നോക്കൂ, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അഗെയിൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 480 ഇൻറ്റു 8 അല്ലേ, 480 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 3840 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x, ദാറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി നോക്കൂ, ഇത് രണ്ടും ക്യാൻസലായി. വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടുന്നു? 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 8x, ദാറ്റ്സ് ഈക്വൽ ടു 3840.
expand ചെയ്യുമ്പോൾ we get 3x square, or you can write s square minus 8x equal to this one. അതാണ് ഒന്നും കൂടി സിമ്പിൾ. x square minus 8x, that's equal to 3840 divided by 3. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180. ഓക്കെ, ഇതാണല്ലോ വരുന്നത്. സോ ദ x square minus 8x minus 1280 is equal to 0. This is the quadratic formula, quadratic equation we get. X square minus 8x. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ദിസ് നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 3 ആണ്. നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1280 ആണ്. ദിസ് ഈസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വി ഗെറ്റ്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഞാൻ ഇതുവരെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ എ എത്രയാണ്? A1 ആണ്. A is equal to 1, B is equal to -8 and C is equal to -1280. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഫോർമുല. എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടുത്തെ b എത്രയാണ്? 8 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. പ്ലസ് ഇട്ടും മൈനസ് ഇട്ടും ചെയ്യണം. റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ -8 സ്ക്വയർ minus 4 into A1 into C 1280 negative ഉണ്ട്. Okay, so we get 8 plus or minus root of by 2a എഴുതിയില്ലല്ലോ, മറന്നു. 2 into A 1 ആണ്, that is 2. ഓക്കെ, സെക്കൻഡ്. ഇനി അടുത്ത പേപ്പർ എടുക്കാം. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. 8 പ്ലസ് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -8 സ്ക്വയർ മൈനസ് 4 into 1 into this one ഡിവൈഡഡ് ബൈ 2. A1 ആയതുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 പ്ലസ് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 8ൻ്റെ സ്ക്വയർ 64, നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പ്ലസ് വരും. 4 into 1 into this നമ്പർ ചെയ്യുമ്പോൾ 4 into 1280 is 5120, right? 5120. ഇത് ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവനെ ആഡ് ചെയ്യുമ്പോൾ 5120 പ്ലസ് 64 ചെയ്യുമ്പോൾ വി ഗെറ്റ് 5184 ഡിവൈഡഡ് ബൈ 2. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും പെർഫെക്റ്റ് സ്ക്വയറേ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ സ്ക്വയർ റൂട്ട് ചെയ്യാൻ പോവുകയാണ്. അത് നന്നായിട്ട് പഠിച്ചെടുക്കാം. 5184 ഡിവൈഡ് ലോങ് ഡിവിഷൻ മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 7749 2 നെക്സ്റ്റ് ഗ്രൂപ്പ്, ദെൻ 40 into 2 ചെയ്യുമ്പോൾ വി ഗെറ്റ് 2840. 72 ആണ് അതിൻ്റെ. ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ സംടൈംസ് ഫാക്ടേഴ്സ് കിട്ടാനുള്ള ഒരു ലാഗ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ 72 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. സോ 8 പ്ലസ് 72/2 വരാം, ഓർ ഇത് എക്സ് ഈക്വൽ ടു 8 മൈനസ് 72/2 വരാം. അപ്പോൾ ഇത് 72 പ്ലസ് 8 80, 80/2 is 40. ഇവിടെ ചെയ്യുമ്പോഴോ 72 മൈനസ് 8 എത്ര വരും? 64 അല്ലേ. -64 ഡിവൈഡഡ് ബൈ 8 വരുന്നു. സോ വി ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ദ ട്രെയിൻ നെവർ ബി നെഗറ്റീവ്, അത് നമുക്കറിയാം. അപ്പോൾ ദിസ് വാല്യൂ ഇസ് റിജക്റ്റഡ്. ഇത് നിങ്ങൾ ആൻസറിൽ എഴുതി വെക്കേണ്ട കാര്യം ഇല്ല. എഴുതിയാൽ തന്നെയും അത് റിജക്റ്റഡ് എന്ന് എഴുതുക. എന്നിട്ട് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈക്വൽ ടു 40 km/h. ഇങ്ങനെ ആൻസർ എഴുതുക. ഓക്കെ,
അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.